തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ സിനിമയും അവിടുത്തെ ഭരണകൂട അധികാരവും തമ്മിലുള്ള ബന്ധം ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും വളരെ ശക്തമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ഒന്നാണെന്ന് കാണാം. വെള്ളിത്തിരയിലെ നായക പരിവേഷത്തെ വളരെ എളുപ്പത്തിൽ ജനകീയ പ്രസ്ഥാനങ്ങളാക്കി മാറ്റിയെടുത്ത ഒരു വലിയ ചരിത്രമാണ് തമിഴ്നാടിൻ്റെത്. ഈ ഒരു ചരിത്രത്തിന്റെ നേർ തുടർച്ച തന്നെയാണ് വിജയ് നായകനായി നമ്മുടെ മുന്നിലെത്തിയ ജനനായകൻ എന്ന സിനിമയും. ഇതൊരു കൊമേഴ്ഷ്യൽ മാസ് ഹീറോ സിനിമ മാത്രമായിരുന്നില്ല. അതിനപ്പുറം നടൻ വിജയ് എന്ന വ്യക്തിയിൽ നിന്നും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എന്ന പദവിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനായുള്ള ഏറ്റവും വലിയൊരു പ്രചാരണ ആയുധം കൂടിയായിരുന്നു ഈ സിനിമ. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നിരവധി റഫറൻസുകളും ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഹിഡൻ ഡീറ്റെയിൽസും ഈ സിനിമയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. വിജയ്ക്ക് ജനങ്ങളോട് പറയാനുള്ള തന്റെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളെല്ലാം അദ്ദേഹം ഈ സിനിമയിലൂടെ നേരിട്ടും അല്ലാതെയും പറയുന്നുണ്ട്. അത് എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ ജോസഫ് വിജയ് തകർത്ത് അഭിനയിച്ച ജനനായകൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. വെൽക്കം ടു സിനിമോസഫി. 3 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന തന്റെ അതിഗംഭീരമായ സിനിമാ ജീവിതത്തിലെ 69ാമത്തെയും ഒരുപക്ഷെ അവസാനത്തെയും ചിത്രമായാണ് ജനനായകനെ വിജയ് വിഭാവനം ചെയ്തത്. സിനിമയിൽ നമ്മൾ കാണുന്ന വെട്രിക്കൊണ്ടാൻ എന്ന കഥാപാത്രത്തിന്റെ പവർഫുൾ ഡയലോഗുകൾ വിജയുടെ യഥാർത്ഥ രാഷ്ട്രീയ നിലപാടുകളായ അഴിമതി വിരുദ്ധത, സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് സംവിധായകൻ എച്ച് വിനോദ് ഇതിൽ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നത്. 2023 പുറത്തിറങ്ങിയ ബാലകൃഷ്ണ നായകനായ ഭഗവന്ത് കേസരി എന്ന തെലുങ്ക് ചിത്രത്തിന്റെ റീമേക്കാണ് ഈ ചിത്രമെന്ന് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, ഇത് പൂർണ്ണമായും ഭഗവന്ത് കേസരിയുടെ ഒരു റീമേക്ക് അല്ല, മറിച്ച് അതിന്റെ ഭാഗികമായൊരു പുനരാവിഷ്കാരം മാത്രമാണ്. തെലുങ്കിലെ പ്രമുഖ സംവിധായകൻ അനിൽ രാവിപുഡി ഒരുക്കിയ പെൺകുട്ടികളുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന ഭഗവന്ത് കേസരി തമിഴിലേക്ക് റീമേക്ക് ചെയ്യണമെന്ന് വിജയ് തന്നെയാണ് സ്വയം തീരുമാനിച്ചത്. തെലുങ്കിലെ സംവിധായകനായ അനിൽ തന്നെ ഈ ചിത്രം തമിഴിലും സംവിധാനം ചെയ്യണമെന്ന് വിജയ് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും മറ്റു ചില തിരക്കുകൾ കാരണം അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ആ വലിയ ദൗത്യം എച്ച് വിനോദിലേക്ക് എത്തുന്നത്. സിനിമ 2 വ്യത്യസ്ത ഭാഗങ്ങളായാണ് കഥ പറയുന്നത്. ഒന്നാം പകുതി തികച്ചും വൈകാരികമായി നായകന്റെയും അയാളുടെ വളർത്തുമകളുടെയും ആഴത്തിലുള്ള ബന്ധത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വിജയ് ഇതിൽ അവതരിപ്പിക്കുന്ന വെട്രിക്കൊണ്ടാൻ എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ പ്രിയ സുഹൃത്തായ ശ്രീകാന്തിന്റെ അകാല മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകളായ വിജി എന്ന വിജയലക്ഷ്മിയുടെ പൂർണ്ണ സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. കുട്ടിക്കാലത്ത് സ്വന്തം മാതാവിന്റെ മരണം നേരിട്ട് കണ്ടതിന്റെ ആഘാതത്തിൽ പാനിക് അറ്റാക്കും കടുത്ത ഭയവും നേരിടുന്ന വിജിയെ ധൈര്യശാലിയാക്കി സൈന്യത്തിൽ ചേർക്കുക എന്നതാണ് വെട്രിയുടെ ജീവിതാഭിലാഷവും ലക്ഷ്യവും. എന്നാൽ സിനിമയിലെ ഇന്റർവെൽ കാർഡിന് ശേഷം കാര്യങ്ങളുടെ സ്വഭാവം തികച്ചു മാറുകയാണ്. ഭഗവന്ത് കേസരിയിൽ ഒരു ലോക്കൽ ഗാങ്സ്റ്റർ ആയിരുന്നു വില്ലനെങ്കിൽ ജനനായകനിൽ ജോൺ ഹീംലർ എന്ന ഇന്റർനാഷണൽ വില്ലനെയാണ് സംവിധായകൻ എച്ച് വിനോദ് അവതരിപ്പിച്ചത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിരന്തരം ആഭ്യന്തര കലാപം സൃഷ്ടിച്ച ചരിത്രമുള്ള ഒരു അന്താരാഷ്ട്ര ആയുധ വ്യാപാരിയും അതോടൊപ്പം മുൻ IPS ഉദ്യോഗസ്ഥനുമാണ് ഈ ഹീംലർ. അയാൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇന്ത്യയിൽ വർഗീയത പടർത്താനും അതുവഴി രാജ്യത്ത് വലിയൊരു ആഭ്യന്തര കലാപം തന്നെ അഴിച്ചുവിടാനുമാണ് ശ്രമിക്കുന്നത്. വിജയുടെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ ഒരുപാട് റഫറൻസുകൾ നമുക്ക് ജനനായകനിൽ കാണാൻ സാധിക്കും. സെൻസർ ബോർഡ് ചിത്രത്തിലെ പല ഭാഗങ്ങളും മാറ്റാൻ കർശനമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കാണികൾക്ക് ഒറ്റനോട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ അത്തരം പല റഫറൻസുകളും എച്ച് വിനോദ് വളരെ തന്ത്രപരമായി തന്നെ സിനിമയിൽ ഉൾപ്പെടുത്തി. ഉദാഹരണത്തിന് വിജയുടെ കഥാപാത്രത്തിന് ഇതിൽ നൽകിയിരിക്കുന്ന പേര് ദളപതി വെട്രിക്കൊണ്ടാൻ എന്നാണ്. ഈ പേരിന്റെ ചുരുക്കരൂപം എന്നത് TVK എന്നാണ് വരുന്നത്. അതായത് സാക്ഷാൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അതേ പേര് തന്നെ. ചിത്രീകരണ സമയത്ത് വിജയുടെ കയ്യിലെ ടാറ്റു ആദ്യം TVK എന്നായിരുന്നു. എന്നാൽ പിന്നീട് സെൻസർ ബോർഡ് നൽകിയ നിർദ്ദേശപ്രകാരം അത് ദളപതി എന്നാക്കി മാറ്റുകയായിരുന്നു. വില്ലനായ പ്രകാശ് രാജുമായുള്ള ആക്ഷൻ രംഗത്ത് ദളപതിയുടെ ആളുകൾ വിസിൽ ഉച്ചത്തിൽ മുഴക്കിക്കൊണ്ടാണ് നായകനെ സഹായിക്കാനായി പാഞ്ഞടുക്കുന്നത്. നമുക്കറിയാം വിജയുടെ പാർട്ടിയായ TVKയുടെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് ചിഹ്നവും ഇതേ വിസിൽ തന്നെയാണ്. ഇതുകൂടാതെ സിനിമയിലെ പല ജനക്കൂട്ട രംഗങ്ങളിലും വലിയ
വലിയ സമരങ്ങളിലും മെറൂൺ ഗോൾഡ് നിറത്തിലുള്ള വലിയ പതാകകൾ അണികൾ ആവേശത്തോടെ വീശുന്നത് കാണാം. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ നിറവും ഇതിന് സമാനമാണ്. നമുക്കറിയാം, തമിഴ് രാഷ്ട്രീയത്തിലെ സുവർണകാലം എന്നത് MG രാമചന്ദ്രൻ എന്ന സാക്ഷാൽ MGRന്റെ യുഗമായിരുന്നു. സിനിമയിലെ തന്റെ അമാനുഷിക പോപ്പുലാരിറ്റിയെ പൂർണ്ണമായും ജനകീയ രാഷ്ട്രീയ വിജയമാക്കി മാറ്റിയ ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. ജനനായകൻ എന്ന ഈ ചിത്രത്തിലൂടെ വിജയ് പറയാൻ ശ്രമിക്കുന്നത് താൻ MGRന്റെ പിൻഗാമിയാണ് എന്നാണ്. ചിത്രത്തിലെ ഓരോ ദൃശ്യങ്ങളും പശ്ചാത്തല സംഗീതവും ഇതിനായി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമയിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ രംഗമേതാണെന്ന് ചോദിച്ചാൽ അത് AI ഉപയോഗിച്ച് പുനർനിർമ്മിച്ച ആ ചാട്ടവാർ രംഗമാണ്. വെട്രിക്കൊണ്ടാൻ MGRന്റെ വലിയൊരു ചിത്രത്തിന് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ MGRന്റെ ചിത്രത്തിന് ജീവൻ വെക്കുകയും വിജയിയെ നോക്കി തങ്കമേ ദളപതി എന്ന് സ്നേഹത്തോടെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് MGR തന്റെ പഴയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ, പ്രത്യേകിച്ച് എങ്ക വീട്ടുപിള്ളൈ എന്ന ചിത്രത്തിൽ ഉപയോഗിച്ച ആ ചാട്ടവാർ പ്രതീകാത്മകമായി വിജയ്ക്ക് കൈമാറുകയാണ്. ഈ ഐക്കോണിക് ചാട്ടവാർ ഉപയോഗിച്ചാണ് വിജയ് പിന്നീട് വില്ലനെ ധീരമായി നേരിടുന്നത്. യഥാർത്ഥത്തിൽ MGRന്റെ രാഷ്ട്രീയ പാരമ്പര്യം വിജയിലേക്ക് നേരിട്ട് കൈമാറുന്നതിന്റെ കൃത്യമായ റെഫറൻസ് ആയിരുന്നു ആ മാസ് സീൻ. കൂടാതെ സിനിമയിൽ 2 തവണ വിജയ് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട്, അതായത് നേരിട്ട് പ്രേക്ഷകരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് MGRന്റെ ഏറ്റവും പ്രസിദ്ധമായ നാൻ ആണയിട്ടാൽ എന്ന വിപ്ലവ ഗാനത്തിന്റെ വരികൾ പാടുന്നുണ്ട്. അഴിമതിക്കാരായ ഭരണാധികാരികളെ തൂത്തെറിഞ്ഞ് തോൽപ്പിച്ച് സാധാരണക്കാരായ ജനങ്ങൾ അധികാരം പിടിച്ചടക്കുന്നതിനെ കുറിച്ചാണ് നാൻ ആണയിട്ടാൽ എന്ന പാട്ട് പറയുന്നത്. താൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടായാണ് വിജയ് ഈ പാട്ടിനെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. MGRും വിജയുമായുള്ള സാമ്യതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ചരിത്രപരമായ കാര്യം കൂടിയുണ്ട്. MGRന്റെ ഏറ്റവും പ്രശസ്തമായൊരു സിനിമയുണ്ടായിരുന്നു, മീനവ നൻപൻ. ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് MGR 1977 മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമായിരുന്നു. അതുപോലെ തന്നെ വിജയുടെ ജനനായകനും റിലീസായത് വിജയ് മുഖ്യമന്ത്രിയായതിനു ശേഷമാണ്. ചുരുക്കത്തിൽ ഈ 2 സിനിമകളും വെറുമൊരു കൊമേഴ്ഷ്യൽ സിനിമകൾ എന്നതിനപ്പുറം ആ നായകന്മാരുടെ രാഷ്ട്രീയ നിലപാടുകളും വലിയ കാഴ്ചപ്പാടുകളും ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെയാണ് അതത് കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടത്. തമിഴ്നാട് സാക്ഷ്യം വഹിച്ച വലിയ സാമൂഹിക ദുരന്തങ്ങളെയും രാഷ്ട്രീയ വീഴ്ചകളെയും സിനിമയിലൂടെ തുറന്നു കാട്ടാനും ചർച്ചയാക്കാനും സംവിധായകൻ H. വിനോദ് ഒട്ടും മടിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ചിത്രത്തിന്റെ 2ാം പകുതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലോട്ടുകളിലൊന്ന് വ്യാജമദ്യം മൂലം ഒരു തമിഴ് ഗ്രാമം ഒന്നാകെ തകരുന്നതാണ്. DMK ഭരണകാലത്ത് തമിഴ്നാട്ടിലുണ്ടായ കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിന്റെ നേരിട്ടുള്ള പുനഃസൃഷ്ടിയാണിത്. അതുപോലെ 2018 തൂത്തുക്കുടിയിലെ പരിസ്ഥിതി സമരക്കാർക്കെതിരെ പോലീസ് നടത്തിയ ആ മാരകമായ വെടിവെപ്പിനെ ചിത്രത്തിൽ സംവിധായകൻ അതേപടി പുനഃസൃഷ്ടിക്കുന്നുണ്ട്. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല പ്രതിഷേധ സമരങ്ങളും സംഘടനകളും ചിത്രീകരിച്ചിരിക്കുന്നത് തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ നായിക കണ്ണകിയുടെ വലിയൊരു പ്രതിമയ്ക്ക് മുന്നിലാണ് എന്നതും ശ്രദ്ധിക്കണം. തന്റെ നിരപരാധിയായ ഭർത്താവിനോട് അനീതി കാണിച്ച മധുര ഭരിച്ച പാണ്ഡ്യൻ രാജാവിനെതിരെ നഗരം മുഴുവൻ ചുട്ടരിച്ച് നീതി തേടിയ കണ്ണകി തമിഴ് സംസ്കാരത്തിലെ നീതിബോധത്തിന്റെ പ്രധാനപ്പെട്ട ചിഹ്നമാണ്. ഈ പ്രതിമയുടെ പശ്ചാത്തലത്തിൽ വിജയ് പോരാടുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെയും നീതിയുടെയും പ്രതീകമായാണ് കാണിച്ചിരിക്കുന്നത്. സ്ത്രീ വോട്ടർമാരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ രംഗം സിനിമയിൽ ഉൾപ്പെടുത്തിയത്. സിനിമയിലെ വില്ലനായ ഹിംലറിന്റെ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ മെലുഹ എന്നാണ്. ഇത് ഉത്തരേന്ത്യൻ കേന്ദ്രീകൃതമായ ഏകാധിപത്യ ആശയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നോർത്ത് ഇന്ത്യ കേന്ദ്രീകൃതമായി വരുന്ന വലതുപക്ഷ രാഷ്ട്രീയമാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത്. ഇതിനെ പ്രതിരോധിക്കുന്ന നിരവധി റെഫറൻസുകളും സിനിമയിലുണ്ട്. പ്രധാന ഗാനമായ രാവണൻ മവന്ത, അതായത് രാവണന്റെ മകനാണ് എന്ന ഗാനം തന്നെ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രതിരോധമാണ്. തമിഴ്നാട്ടിലെ ഉത്തരേന്ത്യൻ ആധിപത്യത്തിനെതിരെയുള്ള TVK പാർട്ടിയുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടിനെ വിജയുടെ പല ഡയലോഗുകളിലൂടെയും സിനിമയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ജനനായകൻ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് സെൻസർ ബോർഡുമായി സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നടത്തേണ്ടി വന്ന നിയമ പോരാട്ടം. ചിത്രത്തിന്റെ അന്തിമ റിലീസ് കോപ്പിയിൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച 12 മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയിലെ പ്രധാന ദൃശ്യങ്ങളും പല നിർണായക രാഷ്ട്രീയ ഡയലോഗുകളും ഈ വെട്ടിനിരത്തലുകൾക്ക് ഇരയായി. സെൻസർ ബോർഡിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം വിജയുടെ യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയുടെ പേരായ TVK എന്ന വാക്ക് ഓഡിയോയിലും വീഡിയോയിലും എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടോ
അവിടെയെല്ലാം അത് നീക്കം ചെയ്യുകയോ മ്യൂട്ട് ചെയ്യുകയോ ചെയ്യാൻ ബോർഡ് കർശനമായി ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് ചിത്രത്തിലുടനീളം TVK എന്ന വാക്കിനു പകരം ദളപതി എന്ന വാക്ക് മാറ്റി ചേർക്കുകയും വിജയുടെ കഥാപാത്രത്തിന്റെ കയ്യിലുണ്ടായിരുന്ന TVK എന്ന ടാറ്റു പോലും ഡിജിറ്റലായി തിരുത്തി ദളപതി എന്നാക്കി മാറ്റുകയും ചെയ്തു. ചിത്രത്തിൽ ഒരു പുസ്തകത്തിന്റെ കവറിലും ഭിത്തിയിലും ഡോക്ടർ അംബേദ്കറുടെ ചിത്രങ്ങൾ വരുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ അനാദരവോടെ കാണിക്കുന്നു എന്ന കാരണത്താൽ സിനിമയിലെ അംബേദ്കറുടെ ചിത്രങ്ങൾ വരുന്ന എല്ലാ ഭാഗങ്ങളും മാറ്റാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചു. സിനിമയിലെ വില്ലന്റെ പ്രധാന പദ്ധതിയായ ഓപ്പറേഷൻ മേലുഹ വിശദീകരിക്കുന്ന രംഗത്തിൽ വില്ലൻ പറയുന്ന ഓം എന്ന പദം സെൻസർ ബോർഡ് മ്യൂട്ട് ചെയ്യിപ്പിക്കുകയും ഓപ്പറേഷൻ ഓം എന്ന പേര് ചിത്രത്തിൽ പൂർണ്ണമായും മാറ്റി ഓപ്പറേഷൻ MM എന്നാക്കി പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. മൊത്തത്തിൽ ഏകദേശം 20 സെക്കൻഡ് ദൈർഘ്യമുള്ള രംഗങ്ങൾ വെട്ടിമാറ്റുകയും 10 സെക്കൻഡോളം വരുന്ന ഭാഗങ്ങളിൽ പുതിയ ദൃശ്യങ്ങളും ഓഡിയോകളും ചേർക്കുകയും ചെയ്തു. ഈ വെട്ടിനിരത്തലുകൾക്ക് ശേഷം ചിത്രത്തിന്റെ അന്തിമ റൺ ടൈം 183 മിനിറ്റും 11 സെക്കൻഡുമായി. നിരവധി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും തിയേറ്ററുകളിൽ ജനനായകൻ സൃഷ്ടിച്ച തരംഗം സമാനതകളില്ലാത്തതായിരുന്നു. അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ ചിത്രം ചരിത്രം തിരുത്തിക്കുറിച്ചു. UK-യിൽ പ്രീ സെയിൽസ് ബുക്കിംഗിൽ വിജയുടെ മുൻ ചിത്രമായ ലിയോയുടെ റെക്കോർഡുകൾ ഈ ചിത്രം വളരെ വേഗം തകർത്തെറിഞ്ഞു. മലേഷ്യയിലെ കോലാലംപൂരിൽ വെച്ച് നടന്ന ചിത്രത്തിന്റെ വമ്പൻ ഓഡിയോ ലോഞ്ച് ചടങ്ങ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത പരിപാടി എന്ന നിലയിൽ മലേഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ ഇന്ത്യയിൽ നിന്നും 41 കോടി രൂപ നെറ്റ് കളക്ഷൻ ചിത്രം നേടി. ആദ്യ ദിനം ലോകമെമ്പാടുമായി 78.27 കോടി രൂപയുടെ വലിയൊരു ഓപ്പണിംഗ് ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി. ജനനായകൻ എന്ന ചിത്രം തമിഴ് സിനിമാ ചരിത്രത്തിൽ വളരെ സവിശേഷമായൊരു സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. ഒരു സിനിമ എന്ന നിലയിൽ ഇതിന്റെ കലാപരമായ മൂല്യങ്ങളെക്കുറിച്ച് വലിയ തോതിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പലർക്കും ഇതൊരു 3 മണിക്കൂർ നീണ്ട രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് പ്രസംഗമായി അനുഭവപ്പെട്ടപ്പോൾ വിജയുടെ കടുത്ത ആരാധകർക്ക് ഇത് തങ്ങളുടെ പ്രിയപ്പെട്ട ദളപതിക്ക് നൽകാൻ കഴിഞ്ഞ ഏറ്റവും മികച്ച യാത്രയയപ്പ് ഉത്സവമായിരുന്നു. ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ വിജയ് വെറുമൊരു നടനായിരുന്നില്ല, മറിച്ച് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. തന്റെ സിനിമാ കരിയറിന് പൂർണ്ണമായും തിരശീല വീഴ്ത്തിക്കൊണ്ട് ജനങ്ങളുടെ യഥാർത്ഥ കാവലാളായി വിജയ് മാറുമ്പോൾ തമിഴ് രാഷ്ട്രീയത്തെയും സിനിമയെയും ദീർഘകാലത്തേക്ക് വലിയ തോതിൽ സ്വാധീനിക്കാൻ പോകുന്ന ഒരു ചരിത്രരേഖയായി ജനനായകൻ എന്ന ചിത്രം എക്കാലവും ഓർമ്മിക്കപ്പെടും. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും ജനനായകൻ എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.